രാഹുൽ ഗാന്ധി മോദിക്കെതിരെ പൊട്ടിച്ച ബോംബ് അത് രാജ്യത്തെ ആകമാനം ബാധിക്കുന്ന സത്യത്തെയാണ് പുറത്തു കൊണ്ടുവന്നത്. ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു നിയമസഭാ മണ്ഡലമായ മഹാദേവപൂരിൽ 1,00,000-ലധികം വ്യാജ വോട്ടർമാരെ BJP നിർമ്മിച്ചെടുത്തു എന്നതാണ് രാഹുൽ ഗാന്ധി അന്ന് തുറന്നു കാട്ടിയത്. അതൊരു ബോംബായിട്ടാണ് രാജ്യത്ത് പൊട്ടിയത് എങ്കിൽ വാരണാസിയിൽ വീണ് പൊട്ടാനിരിക്കുന്നത് ഒരു ഹൈഡ്രജൻ ബോംബായിരിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ രാജ്യം ഉദ്വേഗത്തോടെയാണ് കാത്തിരിക്കുന്നത്. രാജ്യത്തെ ഞെട്ടിച്ച ഒരു തുറന്നു കാട്ടലിന് ശേഷം ഇനിയും രാജ്യം മറ്റൊരു ദുരന്തത്തിന് കൂടി സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന അവസ്ഥ എത്ര ഭീകരമായിരിക്കും. മോദിയുടെ ഭരണം രാജ്യത്തെ ശിഥിലീകരിക്കുന്ന, രാജ്യത്തെ തകർക്കുന്ന, ജനാധിപത്യത്തെ ഛിന്നഭിന്നമാക്കുന്ന അവസ്ഥയിലെത്തിച്ച് ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും ഇന്ത്യയിൽ നടപ്പിലാക്കി അടിമത്തത്തിൽ ഇന്ത്യയെ മാറ്റാനാണ് മോദി ശ്രമിക്കുന്നത്. അതിനെതിരെയാണ് രാഹുൽ ഗാന്ധി സാട്ടക്കുടഞ്ഞെഴുന്നേൽക്കുന്നത്. അന്ന് ബാംഗ്ലൂരിൽ പൊട്ടിച്ച ബോംബിൻ്റെ അലയൊലികൾ അങ്ങ് ബീഹാറിൽ മുഴങ്ങുകയും പിന്നെ അവിടെ നിന്നും ഒരു ചുഴലിക്കാറ്റ് രൂപമെടുക്കുകയും അത് ബീഹാറിൽ വീശിയടിച്ച് ഇന്ത്യയുടെ ആത്മാവിൽ കയറി അധികാര കസേരകളെ കടപുഴക്കുകയും ചെയ്തു. അതിന് പിന്നാലെ ഇതാ രാഹുൽ ഗാന്ധി അടുത്ത പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. ഇപ്പം പൊട്ടിയത് അണുബോംബാണെങ്കിൽ ഇനി പൊട്ടാനുള്ളത് ഹൈഡ്രജൻ ബോംബാണ്. അത് വാരണാസിയിൽ തന്നെ പൊട്ടുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പൂർണ്ണമായി ലോക്ക് ചെയ്ത് തങ്ങളുടെ അധീനതയിൽ ആക്കിയാണ് മോദി ഈ നീക്കങ്ങളൊക്കെ നടത്തിയത്. രാഹുൽ ഗാന്ധി അത് ബാംഗ്ലൂരിൽ വളരെ വ്യക്തമായി 1 by 1 ചൂണ്ടിക്കാട്ടി. എങ്ങനെയാണ് ആസൂത്രിതമായി അത് നടപ്പിലാക്കിയത് എന്ന് കാണിച്ചു തന്നു. അതിനുശേഷം ബീഹാറിലേക്ക് രാഹുൽ ഗാന്ധി ലക്ഷ്യം വെച്ചത് അവിടെ ഒരു SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ 1 വർഷം മുമ്പ് നടത്തിയ ഈ നടപടി വീണ്ടും നടത്തി എന്നതിലാണ് നിഗൂഢത നിഴലിക്കുന്നതും. 65 ലക്ഷം ആളുകളെ ഒറ്റയടിക്ക് വോട്ടർ പട്ടികയിൽ നിന്നും നിരുപാധികം നീക്കം ചെയ്തു. 22 ലക്ഷം ജീവിച്ചിരിക്കുന്നവരെ വോട്ടർ പട്ടികയിലൂടെ കൊന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പിന്നീട് ഈ മരിച്ചവരിൽ പലരും ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ മരിച്ചിട്ടില്ല എന്ന്. പക്ഷേ റെക്കോർഡുകൾ പറയുന്നു നീ മരിച്ചു എന്ന്. രാജ്യത്തെ നല്ലൊരു വിഭാഗം രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രതിപക്ഷ നേതാവിന് ഈ രാജ്യത്തെ ഒരു സിസ്റ്റത്തിൽ വിശ്വാസം വന്നിരിക്കുന്നു എന്നത് സീരിയസ് ആയി ജനം എടുക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ബീഹാറിൽ ഉരുത്തിരിഞ്ഞ ജനബാഹുല്യം. ഭാരത് ജോഡോ യാത്രയിൽ ഗ്രാമത്തെ തൊട്ടറിഞ്ഞ് രാഹുൽ ഗാന്ധി നടത്തിയ മുന്നേറ്റം രാജ്യത്ത് കോൺഗ്രസ് 100 സീറ്റായി ഉയർത്തിവിട്ടു. ഇപ്പോഴിതാ വിപ്ലവകരമായ ഒരു മുന്നേറ്റം ബീഹാറിൽ നടത്തിയിരിക്കുന്നു. വോട്ടധികാർ യാത്ര എന്ന പേരിൽ രാജ്യത്തെ ഇളക്കിമറിച്ച ഈ യാത്ര അംബേദ്കർ സ്ക്വയറിൽ അവസാനിച്ചിട്ടില്ല. അത് രാജ്യത്ത് ഇനി അലയടിച്ചുയരുമെന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ്. തെരഞ്ഞെടുപ്പ് നീതിയുടെ വിപ്ലവത്തിന് വേണ്ടിയുള്ള യാത്ര ഇനിയും ഇന്ത്യയുടെ ആത്മാവിലൂടെ സഞ്ചരിക്കും. വരാനിരിക്കുന്ന ഹൈഡ്രജൻ ബോംബ് പൊട്ടിയാൽ മോദിക്ക് മുഖം പുറത്ത് കാണിക്കാനാവില്ല എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ഇന്ത്യൻ ജനത ഗാന്ധിക്ക് കൈയടിക്കുകയാണ്. കാരണം രാഹുൽ ഗാന്ധി ഇന്ന് ജനതയ്ക്ക് വിശ്വാസമുള്ള നേതാവാണ്. ഇന്ത്യയിൽ 146 കോടിയിൽ 96% ജനവും വിശ്വാസമർപ്പിക്കുന്ന ഒരേ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. വാരണാസിയിൽ ബലപ്പൂർ വാർഡിൽ B24/19 വീട്ടിൽ താമസിക്കുന്ന രാം കമൽ ദാസ് എന്ന ഒരാൾക്ക് 50 മക്കളുണ്ടെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടികയിൽ കാണിക്കുന്നത്. ഈ മക്കൾക്കെല്ലാവർക്കും അതേ മണ്ഡലത്തിൽ തന്നെ വോട്ടുമുണ്ട്. ഇത് കണ്ടെത്തി ചോദ്യമുയർത്തിയപ്പോൾ അതിന് വ്യക്തമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല. ഇതിന് സമാനമായി കേരളത്തിലും വോട്ട് കൊള്ള നടത്തിയ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതൊന്നുമല്ല വാരണാസിയിൽ രാഹുൽ പൊട്ടിക്കാനിരിക്കുന്ന ഹൈഡ്രജൻ ബോംബ്. അത് രാജ്യം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചതിയുടെ മോദി കഥയാണ്. രാജ്യം ഞെട്ടുന്ന മോദി ചതി. ജനം മോദി എന്ന ഭരണാധികാരിയെ പൂർണ്ണമായും തിരിച്ചറിയുന്ന വെളിപ്പെടുത്തൽ. ഒരുപക്ഷെ മോദി എന്ന ഭരണാധികാരി അധികാര കസേര വിട്ട് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയാവും. നാണം കെട്ട ഒരു സ്വയം
പിൻവാങ്ങൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.